നമ്മളിൽ പല ആളുകളും എയർപോർട്ടിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവാം. ഒന്നിൽ വിമാനത്തിൽ കയറാൻ വേണ്ടി എയർപോർട്ടിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എയർപോർട്ടിൽ കൊണ്ടുവിടാനും അല്ലെങ്കിൽ വിളിക്കാനും പോയിട്ടുണ്ടല്ലേ. ഞാനൊക്കെ തുടക്കത്തിൽ എയർപോർട്ടിൽ കൊണ്ടുവിടാനാണ് കൊണ്ടുവിടാനും അല്ല കൊണ്ടുവിടാനും വിളിക്കാനുമാണ് കുറേ തവണ എയർപോർട്ടിൽ പോയിട്ടുള്ളത്. അതല്ലാണ്ട് 3 തവണ മാത്രമേ എയർപോർട്ടിനകത്ത് പോയിട്ടുള്ളൂ. അപ്പം ഞാൻ അപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യാത്ത, അതായത് നോൺ പാസഞ്ചേഴ്സിന് എന്തുകൊണ്ട് വിമാന എയർപോർട്ടിൻ്റെ അകത്ത് കയറാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ അപ്പോൾ ആദ്യം എല്ലാം വിചാരിച്ചത് എന്താ പറയുക, എല്ലാ രാജ്യത്തും അതുപോലെ. പക്ഷേ എന്താ പറയുക, അവിടെയാണ് എന്നെ അത്ഭുതം. പല രാജ്യങ്ങളിലെ യാത്ര ചെയ്ത ആളുകളുടെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്നിൽ അവർക്ക് എന്താ പറയുക, സെക്യൂരിറ്റി ചെക്ക് വരെ അവർക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, വിമാനത്തിൽ കൊണ്ടുവിടാൻ പോയ ആൾക്ക് തന്നെ അതിനകത്ത് കയറാൻ പറ്റും. നമ്മുടെ യൂറോപ്പിലാണെങ്കിൽ പല എയർപോർട്ടുകളിൽ എന്താ പറയുക, ഗേറ്റ്, അതായത് സെക്യൂരിറ്റി ചെക്ക് വരെ നമുക്ക് പോകാൻ സാധിക്കും. അവിടെ നിന്ന് തന്നെ ആ സെക്യൂരിറ്റി ചെക്ക് വരെ ട്രെയിൻ പോകുന്നുണ്ട്. അതായത് ട്രെയിനും മെട്രോയും ഓടുന്നുണ്ട് എയർപോർട്ടിലേക്കുള്ള. അതുപോലെ തന്നെ എന്താ പറയുക, പല സ്ഥലത്തും ആളുകൾ എന്താ പറയുക, എയർപോർട്ടിനകത്ത് പോകുന്നുണ്ട് ഷോപ്പിംഗ് ചെയ്യാനും അങ്ങനെയൊക്കെ. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഇത് സാധ്യം അല്ലാത്തത് നോക്കിയാൽ അതിനെന്താ പറയുക, ഞാൻ അതിനെക്കുറിച്ച് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റി കൺട്രോളാണ്. അതായത് ബാക്കി രാജ്യത്തെല്ലാം സെക്യൂരിറ്റി കണ്ട, അതായത് നമ്മൾ ടിക്കറ്റും ID കാർഡും കാണിച്ച് അകത്ത് കയറുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എയർപോർട്ടിനകത്ത് കയറിയ ശേഷമാണ്. അതായത് എന്താ പറയുക, സെക്യൂരിറ്റി ചെക്കിന് അവിടെയാണ്. അപ്പോൾ എന്താ പറയുക, സെക്യൂരിറ്റി ചെക്ക് വരെ എയർപോർട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, അതായത് എയർപോർട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും അവരെ കൂടെ വന്ന യാത്ര ചെയ്യാത്ത ആളുകൾക്കും അതുവരെ വരാൻ സാധിക്കും. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഇന്ത്യയിൽ എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിൽ ഡിപ്പാച്ചർ ഗേറ്റ് ഉണ്ട്. ആ ഡിപ്പാച്ചർ ഗേറ്റിൻ്റെ അവിടെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി കൺട്രോൾ തുടങ്ങും. അതായത് ആ ഡിപ്പാച്ചർ ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ ടിക്കറ്റും ID കാർഡും കാണിച്ചാൽ മാത്രമേ നമുക്ക് എയർപോർട്ടിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെൻറ്റാണ്. അതായത് തിരക്ക് ഉള്ള സമയം. അതായത് നമുക്കറിയാം, നമ്മുടെ ഡൽഹി, മുംബൈ എയർപോർട്ടെല്ലാം എന്താ പറയുക, നല്ല തിരക്കാണ്. ഒരേ സമയത്ത് തന്നെയാണ് കുറേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും. അപ്പം അതിന് മുമ്പ് 2 മണിക്കൂർ മുമ്പ്, 3 മണിക്കൂർ മുമ്പ്. അപ്പം ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മുംബൈയിൽ 6:30 തന്നെ ഇഷ്ടംപോലെ പല സ്ഥലത്തേക്കും വിമാനം ഒരേ സമയത്താണ് ഡിപ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, കറക്റ്റ് 2 മണിക്കൂർ മുമ്പ് തന്നെ എന്താ പറയുക, ആളുകൾ അവിടെ എത്തും. കറക്റ്റ് 2 മണിക്കൂർ മുമ്പ് തന്നെ ആളുകൾ അവിടെ എത്തും. 2 മണിക്കൂർ 3 മണിക്കൂർ മുമ്പേ ആളുകൾ അവിടെ എത്തും. ഇനി ട്രാൻസിറ്റ് അടിച്ച് കൊണ്ടുവരാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ ബിസിയസ്റ്റ് എയർപോർട്ടാണ് നമ്മളെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, മുംബൈയിലെ ഛത്രപതി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആ എയർപോർട്ടുകളിൽ ക്രൗഡ് കുറയ്ക്കാൻ വേണ്ടി ക്രൗഡ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതായത് എന്താ പറയുക, യാത്ര ചെയ്യുന്ന ആളുകളെ മാത്രം, അതായത് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെ മാത്രം എയർപോർട്ടിനകത്ത് കയറിയാൽ അത്രയ്ക്ക് തിരക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരാളായിരിക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാളായിരിക്കും ഗൾഫിൽ പോവുക, അയാളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കാണും. എന്താ പറയുക, അപ്പോൾ ഒരാളെ കൊണ്ടുവിടാൻ വേണ്ടി കൂടെ ഒരു 4 പേര് വന്നെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്രൗഡ് കൂടുകയാണ്. ഈ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നതാണ് ഫാസ്റ്റർ പാസഞ്ചർ മൂവ്മെൻറ്റ്. അതായത് എന്താ പറയുക, ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ മാത്രം എയർപോർട്ടിൽ കയറുകയാണെങ്കിൽ എന്താ പറയുക, ചെക്കിൻ കൗണ്ടറുകളും ചെക്കിൻ ചെയ്യണം, സെക്യൂരിറ്റി ചെക്കും, പിന്നെ എന്താ പറയുക, ഇമിഗ്രേഷൻ എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യണം. കാരണം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ മറ്റേ എയർപോർട്ടിൽ കയറണമല്ലോ. അതനുസരിച്ച് തന്നെ ഒന്നാമത് നമ്മളുടെ എന്താ പറയുക, പല എയർപോർട്ടുകളിലും നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് മുംബൈയിലെല്ലാം ചെക്കിൻ ചെയ്യാനെങ്കിൽ തന്നെ കുറേ സമയം എടുക്കും. അപ്പം അവിടെ ആ ചെക്കിൻ ചെയ്യുന്ന സമയത്തുള്ളിൽ തന്നെ അപ്പോൾ എന്താ പറയുക, നോൺ പാസഞ്ചേഴ്സ്, അതായത് യാത്ര ചെയ്യാത്ത ആളുകളും കൂടി വന്നാൽ അവിടെ എന്താ പറയുക, ആളുകളെ എന്താ പറയുക, പെട്ടെന്ന് ചെക്കിൻ പ്രോസസ്സും പിന്നെ സെക്യൂരിറ്റി ചെക്കെല്ലാം എന്താ പറയുക ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി അടുത്തൊരു മെയിൻ റീസണാണ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ എയർപോർട്ട് ഡിസൈൻ.
അതായത് നമ്മളുടെ എയർപോർട്ടുകൾ, നമ്മളുടെ ഇന്ത്യൻ എയർപോർട്ടുകൾ എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് എന്താ പറയുക, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് എന്താ പറയുക, വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് അവിടുത്തെ കടകൾ, അവർക്കാണ് ആ കടകളും പിന്നെന്താ അവർക്ക് വേണ്ടിയാണ് അവിടെ വെയിറ്റിംഗ് ഹാളെല്ലാം ഉള്ളത്. പക്ഷേ അതേ സമയത്ത് എന്താ പറയുക, നമ്മളെ അമേരിക്ക, യൂറോപ്പ് പോലത്തെ രാജ്യങ്ങൾക്ക് എന്താ പറയുക, അവിടുത്തെ എയർപോർട്ടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് അവിടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കും എന്താ പറയുക, അവിടെ ഷോപ്പിന് പോകാൻ പറ്റും. അതായത് ഒരു ഷോപ്പിംഗ് മോളിൽ പോകണ പോലെ എയർപോർട്ടിൽ വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ബാക്കി രാജ്യത്തുള്ള എയർപോർട്ടെല്ലാം അതായത് എന്താ പറയുക, യാത്ര ചെയ്യുന്നവരും യാത്ര ചെയ്യാത്തവർക്കും കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് അത്രയ്ക്ക് വലിയ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബാക്കി രാജ്യങ്ങൾക്കുള്ള എയർപോർട്ടുകൾ എന്താ പറയുക അറേഞ്ച് ചെയ്ത് അതനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്താണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് റീസൺ, എമർജൻസി സേഫ്റ്റി. ഇൻ കേസ് ഇപ്പം എയർപോർട്ടിൽ എന്താ പറയുക എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എയർപോർട്ടിൽ ഫയർ വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരികയോ ചെയ്താൽ എന്താ പറയുക, എയർപോർട്ടിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് മാത്രമേ എന്താ പറയുക എയർപോർട്ടിലുള്ള അതോറിറ്റീസിൻ്റെ കയ്യിൽ കാണത്തുള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പം എന്തെങ്കിലും എമർജൻസി കാരണം പാസഞ്ചറിൻ്റെ സേഫ്റ്റി എൻഷ്യൂർ ചെയ്യണമെങ്കിൽ എന്താ പറയുക, ഇപ്പം വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ എയർപോർട്ടിലാണ് നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ചെക്ക് ഇൻ ചെയ്ത എല്ലാവരുടെ പേരും കാണും. എന്താ പറയുക, അവരെ എന്താ പറയുക എമർജൻസി സിറ്റുവേഷനിൽ അവരെ എന്താ പറയുക പെട്ടെന്ന് തന്നെ ഇവാക്യുവേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതെന്തുകൊണ്ട് സാധിക്കുന്നത്, പാസഞ്ചറിൻ്റെ പേര് ആ എയർപോർട്ടിൻ്റെ പാസഞ്ചർ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്, ആ പാസഞ്ചർ ആ ഒരു എയർപോർട്ട് വഴിയാണ് ട്രാൻസിറ്റ് അടിച്ച് പോവുക അല്ലെങ്കിൽ ആ എയർപോർട്ടിൽ നിന്നാണ് ഡിപ്പാച്ചർ ചെയ്യുന്നത്. ഇനി ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ റീസൺ അല്ലാണ്ട് പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് ടെററിസം ആൻഡ് ഏവിയേഷൻ സെക്യൂരിറ്റി. അതായത് നമുക്കറിയാം, ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് എയർപോർട്ടുകളായിരിക്കും അല്ലേ. കാരണം എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിമാനത്തിൽ യാത്ര ചെയ്ത് പോകുന്നത് അല്ലേ. അതിപ്പം എന്ത് പർപ്പസ് തന്നെ ആയിക്കോട്ടെ, വിനോദയാത്രയ്ക്കോ അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ പഠിക്കാനോ ജോലിക്കോ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. എന്താ പറയുക, ഇപ്പം ഏതെങ്കിലും ഒരു രാജ്യം ഇന്ത്യനെ ടാർഗറ്റ് ചെയ്താൽ അവർ ആദ്യം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എയർപോർട്ടുകളായിരിക്കും. അങ്ങനെ ആദ്യം എയർപോർട്ടുകളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞ എമർജൻസി, അപ്പോൾ അവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇൻ കേസ് എന്തെങ്കിലും രീതിയിലുള്ള ടെററിസം അവിടെ ആ എയർപോർട്ടിൽ വന്നാൽ, ഇപ്പം നമുക്കറിയാം, നമ്മൾ അമൃത്സർ എയർപോർട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന എയർപോർട്ടാണ്. എന്താ പറയുക, ആ ഒരു എയർപോർട്ടിൽ പെട്ടെന്നൊരു തീവ്രവാദി ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാൽ ആ എയർപോർട്ടിൽ ഉള്ള പാസഞ്ചേഴ്സ്, അതായത് വിമാനത്തിൽ കയറി പോകുന്ന പാസഞ്ചേഴ്സിന് എന്താ പറയുക വേറെ രീതിയിൽ എയർപോർട്ടിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്താക്കുക വെച്ചാൽ എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവിടെ ഈ നോൺ പാസഞ്ചേഴ്സും കൂടി വന്നാൽ എന്താ പറയുക ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതിൽ വരുന്ന ചോദ്യമാണ്, നമ്മുടെ ഇന്ത്യയിലെ ആളും ഭീഷണിയുള്ള രാജ്യമാണ് USA. പക്ഷേ എന്താ US അതനുസരിച്ചുള്ള ടെക്നോളജീസ് ഉണ്ട്. എന്താ പറയുക, നമ്മുടെ ഇന്ത്യയിൽ എന്താ പറയുക ടെക്നോളജീസ് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ റീസണാണ്. പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് വേ എന്ന് പറയുന്നത് എന്താ പറയുക വിസിറ്റേഴ്സ് പാസ് എടുക്കാനാണ്. വിസിറ്റേഴ്സ് പാസ് എങ്ങനെയാണ് എടുക്കുക എന്നൊന്നും അറിയത്തില്ല. എന്താ പറയുക വിസിറ്റേഴ്സ് അതെന്താ പറയുക ആ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വിസിറ്റേഴ്സ് പാസ് എടുത്താൽ എന്താ പറയുക നിങ്ങൾക്ക് എയർപോർട്ടിനകത്ത് സെക്യൂരിറ്റി ചെക്ക് വരെ പോകാൻ സാധിക്കും. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തുകൊണ്ടാണ് വിമാനങ്ങൾ ലേറ്റ് ആവുന്നതിൻ്റെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിൽ ചെക്കൗട്ട് ചെയ്താൽ മതി. അതുപോലെ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ഐ ബട്ടൺ ചെക്ക് ചെയ്യുക.